ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് കർക്കിടക വാവാണ്. അപ്പൊ ഇന്നത്തെ ഒരു എനർജി എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ പൂർവികരിൽ നിന്ന് കിട്ടുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ഓവറോൾ മെസ്സേജ് എന്താണ്, ഗൈഡൻസ് എന്താണ് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ബാലൻസ്, 6 ഓഫ് കപ്പ്, ഈഗോ, 6 ഓഫ് സോൾസ്. ബോട്ടം വന്നിട്ടുള്ളത് 8 ഓഫ് സോൾസിന്റെ എനർജിയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ചില പാറ്റേണുകളിൽ നിന്ന്, ചില ചിന്തകളിൽ നിന്ന്, ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇത്രയും കാലം അന്ധമായി വിശ്വസിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. കാരണം നിങ്ങൾ തന്നെ ചിലപ്പോ ഇത് നിങ്ങൾ തന്നെ ഒരു ബന്ധനത്തിൽ സ്വയം ബന്ധിക്കപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നു. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ലിമിറ്റഡ് ബിലീഫ്സ്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നു. കാരണം പുറത്ത് വിശാലമായ ഒരു ലോകമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അത് സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ് കുറെ ആൾക്കാർക്കും. ഇത് ചില ആൾക്കാർക്ക് നിങ്ങൾ തന്നെ ഒരു തടവറയിലായിരുന്നതിന്റെ ഒരു എനർജി. പിന്നെ ചില ആൾക്കാർക്ക് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് പല സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇന്നത്തെ ദിവസം ഒരു സ്വാതന്ത്ര്യത്തിന്റെ എനർജിയാണുള്ളത്. നിങ്ങൾ ഇന്ന് പുറത്ത് കിടക്കണം. നമ്മൾ തന്നെ ഫോട്ടോ എടുത്ത് പുറത്തിറങ്ങണം കേട്ടോ. മറ്റാരും നമ്മളെ സഹായിക്കും, മറ്റുള്ളവരെ വിചാരിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ചിന്തിക്കരുത്. അപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സമയമാണ്. എനിക്ക് പറ്റും, ഞാൻ വർത്തിയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരും എന്നാണ് കാണുന്നത്. അപ്പം ഈ ആക്ഷൻ എടുക്കാൻ പേടിച്ചിരിക്കുന്ന ആൾക്കാർ ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കുക. പക്ഷേ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം ശരിയാണോ, അത് ഈ ഒരു കാര്യമാണോ ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും നല്ല കാര്യം വേണം ചെയ്യാൻ. നമുക്ക് ഫ്യൂച്ചറിലേക്കും നമ്മൾ ഇപ്പം എടുക്കുന്ന തീരുമാനം നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണോ എന്ന് ആലോചിച്ച് ഒരു തവണയല്ല 2 തവണ ആലോചിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാം കേട്ടോ. അപ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുക. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. മറ്റുള്ളവരെ ചാരി നിൽക്കുമ്പം അവരില്ലാതായി പോകുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ പുതിയ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നുണ്ട്. ഇതൊരു നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാട്ടോ. നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യണം. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. സ്പിരിച്വൽ ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യണം. മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ഇതില് നിങ്ങളുടെ സോളിന്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ആ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ. നിങ്ങൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയല്ല വേണ്ടത്. പക്ഷേ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുക. നിങ്ങൾ പഠിക്കുക നന്നായിട്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഇൻഡ്യൂട്ടീവ് ഗിഫ്റ്റിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ പ്രാർത്ഥനകളിലൂടെ, ഉപാസനകളിലൂടെ, ജപങ്ങളിലൂടെ, മെഡിറ്റേഷനിലൂടെ മാത്രമേ പറ്റുള്ളൂ. സ്പിരിച്വൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് വളരെ സ്ലോലി നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ പലതരത്തിലുള്ള ഇതുണ്ടാവും കേട്ടോ. മന്ത്രജപങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട്
ആൾക്കാർ ഇന്ന മന്ത്രം ജപിക്കൂ എന്നൊക്കെ പറയും. നിങ്ങൾ ദയവായിട്ട് അതൊന്നും അധികം ചെയ്യരുത്. നമുക്കെല്ലാം കാണാം, നമുക്ക് അതിലെ അറിവുകൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ യൂട്യൂബില് പല കാര്യങ്ങളും കണ്ട് ആ ഒരു ജപം പോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യരുതെന്നല്ല, ചില കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യരുത്. കാരണം കഠിനമായ ശരിക്കും ഭയങ്കര പവറുള്ള പല മന്ത്രങ്ങളും ഒക്കെ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്. അത് ശരിക്കും മന്ത്ര ദീക്ഷ എന്ന് പറയുന്നത് ഒരു ഗുരുവിൽ നിന്ന് തന്നെ മന്ത്രദീക്ഷ ലഭിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്. ഗുരുവിൽ നിന്ന്, ഗുരുമുഖത്ത് നിന്നും മാത്രം ലഭിച്ച് ചൊല്ലേണ്ട മന്ത്രങ്ങളുണ്ട്. അല്ലാതെ നമുക്ക് അല്ലാതെ ചൊല്ലുന്ന ഒരുപാട് ചൊല്ലാൻ പറ്റുന്ന മന്ത്രങ്ങളുണ്ട്. ഇപ്പം ഗുരുമുഖത്ത് നിന്ന് തന്നെ ലഭിച്ച് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങൾ നിങ്ങൾ അല്ലാത്തത് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അത് ചെയ്യാതിരിക്കുക. പിന്നെ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതില്. നിങ്ങൾ ഒരു കാര്യം, എനിക്ക് ഈ ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ഒരു സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ഒരു അങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ കരിയറിൽ ഒരു സന്തോഷ വാർത്ത കേൾക്കും എന്നാണ് കേട്ടോ കാണുന്നത്. പ്രമോഷൻ കിട്ടാം, പ്രമോഷനോ സ്കോളർഷിപ്പോ പോലെയുള്ള കാര്യങ്ങൾ കിട്ടാം. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ബാലൻസ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് സാഹചര്യങ്ങളിൽ ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നൊരു സമയമാണ് കേട്ടോ. എല്ലാം ഒരുവിധം ബാലൻസിലാകുന്ന ഒരു സമയമാണ്. ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. കടുംപിടുത്തം പാടില്ല എന്നുള്ളതാണ്. ഞാനത് ചെയ്യൂല, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളതിന് പകരം ചെയ്ത് നോക്കിയാലോ, ഒരു അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അത് വിജയിക്കോ ഇല്ലേ എന്നുള്ളത് ഒരു ട്രൈ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. സെൽഫ് കൺട്രോൾ വിടാതിരിക്കുക. നമ്മൾ നമ്മളായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ആരോടും കയർത്ത് സംസാരിക്കാതിരിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും വളരെ ശ്രദ്ധയോടും കൂടി മറ്റൊരാളിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും കൊണ്ട് പറയാനും അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ശാന്തമായിരുന്നതിന് ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം എടുത്തേടി നിങ്ങൾ സംസാരിക്കരുത്. മാത്രമല്ല വ്യക്തമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റാൾക്കാരുടെ വഴക്കുകളിലോ ആ ഒരു കോൺഫ്ലിക്റ്റിലോ എന്ന് നിങ്ങൾ പോയി ചാടുകയോ അത് മാത്രമല്ല ഒരു അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. 6 ഓഫ് കപ്പിന്റെ എനർജിയാണ്. ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാണാം. ചൈൽഡ്ഹുഡ് മെമ്മറീസ് നിങ്ങളിലേക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് എന്നെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്കത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ അത് നിങ്ങൾ മറന്നു കിടന്നായിരിക്കും. കുറേ കാലം മുന്നേ വളരെ നിങ്ങൾ കുഞ്ഞുകാലത്ത് നിങ്ങൾ ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ജീവിച്ച സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അവിടെയുള്ള നിങ്ങൾ ജീവിച്ച സ്ഥലത്തുള്ള സുഹൃത്തുക്കളിലേക്കോ കോളേജിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ നിങ്ങൾക്ക് പോകാനുള്ള ക്ഷണം കിട്ടുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നതോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടാകാമെന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെ പിരിഞ്ഞു പോയ, നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, നിങ്ങളും ഒരുപാട് സ്നേഹിച്ചിരുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും റിട്ടേൺ വരാം എന്നും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രണയവുമായിട്ട് ഒരാൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നോ ചിലപ്പോൾ ഒരു പ്രണയവുമായിട്ട് ആൾക്കാർ വരാനുള്ളൊരു സാധ്യത ഇതിനകത്ത് കാണുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഈഗോയാണ്. ഈ ഇലൂഷനിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ആൾക്കാർ ഉണ്ട്. ഇങ്ങനെയാണെങ്കിലേ ഇത് ശരിയാവുള്ളൂ. നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. നമ്മളുടെ ഈഗോ നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മൾ ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് വളർച്ചയില്ല. മാത്രമല്ല ഒരു സാഹചര്യം, നമ്മളുടെ മുന്നിലൊരു സാഹചര്യം ഉണ്ട്.
ഇത് നമ്മൾ മറ്റുള്ളവരെ തന്നെ പഴി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ സാഹചര്യം ഉണ്ടാകാൻ എന്ത് എന്റെ ഭാഗം എന്താണ്? ഇപ്പൊ നമ്മൾക്ക് ഒരു വഴക്കുണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെങ്കിൽ അത് നമ്മളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും കേട്ടോ. നമ്മളൊന്നും അറിയാത്തത് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഒരു ജീവിതത്തിൽ. നമ്മൾ ഫാമിലി ലൈഫിലായാലും അല്ലാതെ റിലേഷൻഷിപ്പിലായാലും നമ്മളുടെ കരിയറിലായാലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഒരു സംഭാവന നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ എത്രമാത്രം കാരണമുണ്ട്, ഞാൻ കാരണക്കാരനാണോ അല്ലെങ്കിൽ കാരണക്കാരിയാണോ, ഇതിൽ എൻ്റെ സംഭാവന എത്രമാത്രം ഉണ്ട്, ഞാനിത് ചെയ്യാതിരുന്നെങ്കിൽ ആ ഒരു അവസ്ഥ എങ്ങനെയാകുമായിരുന്നു. നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. അത് പ്രശ്നമുണ്ടാകുമ്പോഴായാലും വീട്ടിലായാലും ഇപ്പൊ നമുക്ക് വീട്ടിലൊരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ ഹസ്ബൻഡ് ആയാലും വൈഫായാലും കുട്ടികളായാലും അല്ലെങ്കിൽ മാതാപിതാക്കളായാലും നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ അവിടുന്ന് ഓടിപ്പോകാതിരിക്കുക, അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി, ഇന്ന് ചെയ്യേണ്ട കാര്യം കൂടി നാളെയോ മറ്റന്നാളോ പലിശ സഹിതം നമ്മൾ ചെയ്യേണ്ടി വരും, ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് ചെയ്ത് തീർക്കേണ്ടി വരും. അപ്പം അത് എപ്പോഴും മനസ്സിലാക്കാം. അപ്പോൾ ഇതില് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിലോ ഹെൽത്തി അല്ലാത്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിലോ അത് കട്ട് ചെയ്ത് കളയേണ്ട സമയമായി എന്നുള്ളതാണ് കേട്ടോ. ചില ആൾക്കാരുടെ സപ്പോർട്ടായിരിക്കും, ചില ആൾക്കാരുടെ ഈ നമ്മളോടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാർക്കുള്ള ഇൻഫ്ലുവൻസ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുക. ഹെൽത്തി അല്ലാത്ത ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിലനിർത്തുക. ചിലപ്പോൾ ഇങ്ങനെ ഏഷണി പറയുന്ന, ഗോസിപ്പ് പറയുന്ന, അവിടെ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ചില സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഇത് എനിക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ. അപ്പോൾ ഒരാൾ നമ്മളോട് കാര്യം പറയുമ്പം നമ്മൾ അന്ന് ഒരു കുറച്ച് ഒരു അങ്ങനത്തെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ അന്നും പിറ്റുന്ന ഒക്കെ അതിനെക്കുറിച്ച് തന്നെ ചിന്തകളിൽ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല തോട്ട്സ് വരാനുള്ള സമയമായിരിക്കും നമ്മൾ ഈ ചിന്തകളിലൂടെ നമുക്ക് എനർജി സ്പ്ലിറ്റ് ആയി പോകണത്. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇന്നീ കാര്യം ഞാൻ കേൾക്കേണ്ടതുണ്ടായിരുന്നോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാനിത് കേട്ടില്ലെങ്കിൽ ഇവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉപേക്ഷിക്കുക. എനിക്കിഷ്ടമല്ല, ഞാൻ കേട്ടില്ല, അങ്ങനെ വിചാരിക്കുക. ആവശ്യമില്ലാത്ത ഹാബിറ്റ്സ്, നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സോ അഡിക്ഷനോ എന്ത് തന്നെയായാലും അത് വേണ്ട എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അതൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ ഇതില് 6 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഒരു വളരെ ചലഞ്ചിങ് ആയിരുന്ന, വിഷമിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ആശ്വാസം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ് ഈ ഒരു സമയം. ഒരു ശരിക്കും ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയി അത് വേറൊരു അവസ്ഥയിലേക്ക്, ഒരു സമാധാനം ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരുന്ന ഒരു ട്രാൻസിഷന്റെ ഫേസാണ് ഈ ഒരു സമയം, ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ് വളരെ പ്രത്യാശയോടെ, വളരെ പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, കംഫർട്ടബിൾ ആയിട്ട്, മാത്രമല്ല പ്രൊട്ടക്ഷനോട് കൂടി നിങ്ങൾ ഒരു വേറൊരു ഇതിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും അത് വിട്ടുകളയുക. നമ്മൾ ചിന്തിക്കുക, ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഞാൻ ഈ പിടിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും, അത് ബന്ധങ്ങളാകാം, ചിന്തകളാകാം, ഓർമ്മകളാകാം, ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ല എങ്കിൽ നിങ്ങളത് വിട്ടുകളയുക. ഇതില് ശരിക്കും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ ദിവസം അത് പോകാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ഇന്നൊരു ട്രാവലും ഉണ്ട് കേട്ടോ. ഒരു കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊരു ട്രാവൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാവലായിരിക്കാം. ചിലപ്പോൾ അസുഖമായിട്ട് കിടന്ന ആൾക്കാർ അവരൊന്ന് റിക്കവറായി ഒന്ന് അവരുടെ ആ സിറ്റുവേഷൻ മാറുന്നു എന്ന് കാണുന്നുണ്ട്.
ഇപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഷോപ്പ് ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കാം. നിങ്ങൾ താമസിക്കുന്ന വീട് വേറൊരു ഇന്നത്തെ ദിവസം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുന്നതോ, അല്ലെങ്കിൽ ഒരു താമസിക്കാൻ പോകാൻ വീട് കണ്ടെത്തുന്നതോ, ഒരു ഷോപ്പ് കണ്ടെത്തുന്നതോ, അല്ലെങ്കിൽ തന്നെ വേറൊരു ലൊക്കേഷനിലേക്ക് നിങ്ങൾ പോകുന്നതോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാം ഇവിടെ താമസിച്ചാൽ എനിക്കൊരിക്കലും മനസ്സമാധാനം കിട്ടൂല, സന്തോഷം കിട്ടൂല എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു എനർജി വളരെ നല്ലതാണ്, വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും എന്നാണ് കാണുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പൊ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.